എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഗോക്കുവും ആ ഒരു ജിമ്മൻ മാനും അവർ രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ അട്ടികിട്ടിയ ബഹളം. ആ ജിമ്മൻ മാനാണെങ്കിൽ വമ്പൻ ആറ്റിറ്റ്യൂഡൊക്കെ കാണിച്ച് ഗോതയിലേക്ക് ചാടി വരും. പക്ഷെ നമ്മുടെ ഗോക്കു അവൻ കൈ മടക്കി 3-3 പഞ്ച്. ആ ഒരു പഞ്ചിൽ അവൻ നോക്കൗട്ട് ആവുകയാണ്. ഇത്രയും നേരവും ആ ജിമ്മൻ മാന് ഫാൻസ് ആയിരുന്നവരെല്ലാവരും ഒറ്റയടിക്ക് ഗോക്കുവിന്റെ ഫാൻസായി മാറുകയാണ്. അവൻ അത്ര എളുപ്പത്തിൽ തോൽപ്പിക്കാൻ കഴിയുമെന്ന് ആരും കരുതിയതല്ല. ഇവിടെ മാർഷൽ ആർട്സ് മാൻ ആളാണെങ്കിൽ ഗോക്കു നിസ്സാരക്കാരനല്ല, അവൻ ശരിക്കും പവർഫുൾ ആണെന്ന് മനസ്സിലാക്കും. ആ എൽഡർ ആണെങ്കിൽ ഉറപ്പിച്ചു പറയും, ഇവൻ തന്നെയാണ് എൻ്റെ ബ്രദറിനെ കൊന്നത്, ഇത്രയും പവർ ഉണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്ന് പറയും. അടുത്ത ഫൈറ്റ് അത് മാസ്റ്ററും മാർഷൽ ആർട്സ് മാനും തമ്മിലാണ്. ഇവിടെ നമ്മുടെ മാസ്റ്റർ ആണെങ്കിൽ ഗോകുവിന്റെ ഓവർ കോൺഫിഡൻസ് കണ്ട് അവനോട് പറയും, ഒരു കാരണവശാലും നിങ്ങൾ ഓവർ കോൺഫിഡന്റ് ആവാനായിട്ട് പാടില്ല, എന്ത് വേണമെങ്കിലും അടുത്ത മത്സരത്തിൽ സംഭവിക്കാം. സോ വളരെയധികം പ്രതീക്ഷയോടുകൂടെ ട്രെയിനിങ് ഒക്കെ എടുത്ത് ഹാർഡ് വർക്ക് കൊടുത്ത് തന്നെ നീ ഫൈറ്റ് ചെയ്യണമെന്ന് പറയും. കട്ട് ചെയ്താ ഇപ്പൊ എല്ലാവരും ബ്രേക്ക് ടൈമിൽ സ്നാക്സ് ഒക്കെ കഴിച്ച് ചില്ല് ചെയ്യാണ്. ആ എൽഡർ ആണെങ്കിൽ മാർഷൽ ആർട്സ് മാനോട് പറയും, നീ എത്രയും വേഗം ആ വയസ്സിനെ തോൽപ്പിക്കണം, അതിനുശേഷം ആ ഗോകുവിനെ അവനെ ഒരു പാഠം പഠിപ്പിക്കണം. അതിന് മാർഷൽ ആർട്സ് മാൻ പറയും, നമ്മൾ കരുതിയതുപോലെ ആ ഒരു ജാക്കി ചാൻ ആളെ വയസ്സ് വെച്ച് നമുക്ക് ജഡ്ജ് ചെയ്യാനായിട്ട് കഴിയില്ല. ആള് ഭയങ്കര പവർഫുൾ ആണ്. ലാസ്റ്റ് ടൈം ഉണ്ടായ ആളുടെ ഫൈറ്റ് തന്നെ ഞാൻ നോട്ടീസ് ചെയ്തതാണ്. വളരെയധികം ക്രൂക്കഡായിട്ട് ആളെ കൊണ്ട് ചിന്തിക്കാൻ കഴിയും. മാത്രമല്ല ഞൊട്ടിയിടയിൽ ആൾ ഓരോ ഭാഗത്തേക്ക് മൂവ് ചെയ്ത് ഓപ്പണന്റിനെ തോൽപ്പിക്കും. ആളെ ഞാൻ ഗോകുവിനെ പോലെ തന്നെയാണ് കാണുന്നത്. വളരെയധികം ഫോക്കസ് ചെയ്ത് ആളുമായിട്ട് ഫൈറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ ആളെ എനിക്ക് ഡിഫീറ്റ് ചെയ്യാൻ കഴിയൂ. ഇത്ര നിമിഷം നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവിടേക്ക് കടന്നു വരികയാണ്. അത് കാണേണ്ട താമസം ഇവിടെ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ആ എൽഡറിനെയും കുഞ്ഞിപ്പയ്യനെയും വിളിച്ച് അവിടുന്ന് കടന്നു പോകും. എൻ്റെ കയ്യിൽ കൊടുക്കാനായിട്ടൊരു അടിപൊളി പ്ലാൻ ഉണ്ട്, നമുക്ക് എത്രയും വേഗം അത് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അവരവിടുന്ന് മറഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ ഗോകു ആണെങ്കിൽ ചുറ്റും നോക്കും. ആ ഒരു ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്യാണ്. അതുകൊണ്ട് ഗോകു പറയും, എനിക്കും എന്തെങ്കിലും കഴിക്കണം, എനിക്ക് നന്നായിട്ട് വിശക്കുന്നു. മൊട്ടപ്പനാണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും, നീ 1 മണിക്കൂർ മുമ്പല്ലേ ഒരുപാട് ഭക്ഷണം വെട്ടി വിഴുങ്ങിയത്. അതിന് ഗോകു ആണെങ്കിൽ ഷോക്കായിട്ട് പറയും, അത് 1 മണിക്കൂർ മുമ്പാണ്, എനിക്കിപ്പോ നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇവിടെ മാസ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം തന്നെ മേടിച്ച് കഴിക്കാൻ പറഞ്ഞ് നൈസായിട്ട് അവിടുന്ന് സ്കൂട്ടാവും. അതിനുശേഷം അവിടെയുള്ള ലേഡീസിനെ എല്ലാം വായി നോക്കി ആളൊരു ഷോപ്പിലേക്ക് നടന്നു പോകും. അപ്പൊ ദൂരത്തായി ആ മാർഷൽ ആർട്സ് മാനും എൽഡർ ആണെങ്കിൽ മാർഷൽ ആർട്സ് മാനോട് ചോദിക്കും, സത്യം പറയും, നിന്റെ പ്ലാൻ എന്താ? മാർഷൽ ആർട്സ് മാൻ അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാതെ ചുറ്റും നോക്കും. അപ്പൊ ദൂരത്തായിട്ട് ഒരു പയ്യൻ കളിത്തോക്ക് കൊണ്ട് കളിക്കുന്നതായിട്ട് അവൻ കാണും. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ആ ചിന്ന പയ്യനോട് നീ ഷൂട്ട് ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിക്കും. അതിനവനാണെന്ന് പറയും. ഇവിടെ മാസ്റ്റർ റോഷി ആണെങ്കിൽ സ്റ്റോർ കീപ്പർ ലേഡിയോട് ഹായ് ആയിട്ട് സംസാരിക്കുകയാണ്. മാസ്റ്റർ ആണെങ്കിൽ അവൾ വർക്ക് ചെയ്യുന്ന സമയം അവളുടെ സീക്രട്ട് ആയിട്ടുള്ള പാർട്ടിലേക്ക് തന്നെ ഫോക്കസ് കൊണ്ടുപോകും. അടുത്ത നിമിഷം ആ ഒരു ചെറിയ കുട്ടിയും ആളുടെ പപ്പയും അവരവിടേക്ക് നടന്നു വരും. ആ പയ്യനാണെങ്കിൽ മാസ്റ്റർ റോഷിയെ നോക്കി അവന്റെ ടോയ് ഗണ്ണിന്റെ ട്രിഗർ വലിക്കും. അടുത്ത നിമിഷം ആ കുഞ്ഞിപ്പയ്യൻ അവനാണെങ്കിൽ ഒരു റിയൽ ബുള്ളറ്റ് അതിലൂടെ അയക്കുകയാണ്. അതിന്റെ ഫോഴ്സിൽ ആ കുട്ടിയാണെങ്കിൽ താഴേക്ക് അടിച്ചു വീഴും. ഗണ്ണിൽ നിന്ന് വന്ന ബുള്ളറ്റ് അത് ജസ്റ്റ് മിസ്സിന് മാസ്റ്ററിന്റെ ദേഹത്ത് പതിക്കാതെ ദൂരേക്ക് തെറിച്ചു പോവാണ്. ആ ശബ്ദം കേട്ട് പേടിച്ച ആ ഷോപ്പ് കീപ്പർ ലേഡി അവളാണെങ്കിൽ ഇപ്പൊ മാസ്റ്റർ റോഷിയുടെ മുഖത്ത് ഞട്ടിക്കുകയാണ്. നിങ്ങൾ എന്നെ പേടിപ്പിച്ചു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ തല്ലിയത്. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇവിടെ ഹോസ്പിറ്റലിൽ കാണിക്കും. റാബിറ്റ് ആണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വന്ന് ഹാൻസം ബോയോട് സെക്കൻഡ് മാച്ചിൽ ഗോകു ആ ജിമ്മനെ ഡിഫീറ്റ് ചെയ്ത കാര്യം പറയാണ്. അത് കേട്ട് നമ്മുടെ ഹാൻസം ബോയ്ക്ക് ഭയങ്കര സന്തോഷം. യാഹൂ, എന്റെ ഫ്രണ്ട്സ് അവർ വളരെ പവർഫുൾ ആണ്, ഓരോ മത്സരത്തിലും ഒരു വിജയിച്ചു വരുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയും. റാബിറ്റ് ആണെങ്കിൽ ഇനി അടുത്ത ഫൈറ്റ് അത് ജാക്കി ചാനും ആ മാർഷൽ ആർട്സ് മാനും തമ്മിലാണെന്ന് പറയും. ഹാൻസം ബോയ് ആണെങ്കിൽ അത് കേൾക്കേണ്ട താമസം പാനിക്കായി ടെൻഷൻ ആവാനായിട്ട് തുടങ്ങും. അത് കണ്ട് നമ്മുടെ റാബിറ്റ് അവൻ ഷോക്കാവും. ഓ നോ, ഈ സമയത്ത് നീ ടെൻസ്ഡ് ആവാനും ഫ്രസ്ട്രേറ്റഡ് ആവാനും പാടില്ല, റിലാക്സ് ചെയ്യണം, ദയവ് ചെയ്ത് നീ ആ കാര്യങ്ങളൊന്നും ചിന്തിക്കരുത്. പക്ഷേ ഹാൻസം മാന് അത് സാധിക്കില്ല. അവൻ ഒരു സെക്കൻഡ് ആ ഒരു ഫ്ലാഷ് ബാക്കിൽ ഫൈറ്റ് ചെയ്ത കാര്യങ്ങൾ അത് ആലോചിക്കുകയാണ്. അവനെ ഹാമേ പവർ അത് ആ മാർഷൽ ആർട്സ് മാന് നേരെ അയച്ചതും അവൻ പവർ ഉപയോഗിച്ച് അത് റെസിസ്റ്റ് ചെയ്ത് ഹാൻസം മാന് നേരെ തന്നെ ഡൈവേർട്ട് ചെയ്ത് വിട്ടതും അതിനുശേഷം പിന്നീട് ഹാൻസം മാന്റെ ശ്രദ്ധ തെറ്റിയ സമയത്ത് അവനെ പഞ്ച് താഴെ ഇട്ടതും ഡെലിബറേറ്റ്ലി അവന്റെ കാല് അത് ചവിട്ടി ഓടിച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ആലോചിക്കും. ജാക്കി ചാന് അവനെ തോൽപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അവൻ ഗോകുവിനോടും എന്നോട് ചെയ്ത പോലെ ചെയ്യും. അങ്ങനെ സംഭവിക്കാൻ ഒരു കാരണവശാലും പാടില്ല. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ജാക്കി ചാൻ ആളാണെങ്കിൽ അടിയൊക്കെ കിട്ടി അവിടേക്ക് കടന്നു വരും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ എന്തു പറ്റി, എന്താ ഉണ്ടായെന്ന് ചോദിക്കും. അതിന് ചാൻ പറയും, എനിക്കൊന്നും സംഭവിച്ചില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് വാമപ്പ് ചെയ്യാൻ പോയതാണ്, അടുത്ത മത്സരം അത് എന്റേതാണ്. അത് കേൾക്കേണ്ട താമസം എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയും, ഒരു കാരണവശാലും അവനെ ജയിക്കാൻ അനുവദിക്കരുത്, നമ്മളോട് ചെയ്ത ക്രൂരതയ്ക്ക് അവനോട് പ്രതികാരം ചോദിക്കണം. ഗോകു ആണെങ്കിൽ
ചാനോട് തീർത്തു പറയും, നിങ്ങൾക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും ഹാൻസം ബോയ്ക്ക് വേണ്ടി ഞാനത് ചെയ്യും, അവനെ ഞാൻ ഇടിച്ച് സൂപ്പാക്കും. കട്ട് ചെയ്ത ആ മാർഷൽ ആർട്സ് മാനെ കാണിക്കും. ആളാണെങ്കിൽ ടെററായിട്ട് ഇപ്പോൾ ആ എൽഡറിനോട് പറയും ആദ്യം ആ ജാക്കി ചാൻ, അതിനുശേഷം എല്ലാവരുടെയും ശത്രുവായ ആ ഗോക്കു, അവൻ ഞാൻ മത്സര കളത്തിൽ ഇഞ്ചിഞ്ചായി തല്ലിക്കൊല്ലുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ കളത്തിലേക്ക് പോകും. ഇവിടെ മത്സരം ആരംഭിക്കാനായിട്ട് വലിയ ചെണ്ടയിൽ ആഞ്ഞു കൊട്ടുകയാണ്. അത് കേട്ട് ഇപ്പോൾ ചാൻ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരെല്ലാമായിട്ട് മത്സര കളത്തിലേക്ക് വരും. മറ്റൊരു ഭാഗത്ത് മാർഷൽ ആർട്സ് മാനും ഇപ്പോൾ റിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞു. മാസ്റ്റർ റോഷിയും മാർഷൽ ആർട്സ് മാനും അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ ഫേസ് ടു ഫേസ് നിൽക്കുകയാണ്. ആങ്കർ ആണെങ്കിൽ വമ്പം ബിൽഡപ്പ് ഒക്കെ കൊടുക്കും. കഴിഞ്ഞ മാച്ചിലെ വിന്നറായിട്ടുള്ള ജാക്കി ചാനും മാർഷൽ ആർട്സ് ടീമിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മാർഷൽ ആർട്സ് മാൻ ആളും തമ്മിലുള്ള മത്സരം അതാണ് നടക്കാനായിട്ട് പോകുന്നത്. ഒപ്പനാണെങ്കിൽ അടിച്ചു പറയും തീർച്ചയായിട്ടും ജാക്കി ചാൻ അവനെ തോൽപ്പിക്കും, നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. പക്ഷേ ഗോക്കു പറയും എനിക്കങ്ങനെ തോന്നുന്നില്ല, കാരണം അവൾ കരുതും പോലെയല്ല ആ മാർഷൽ ആർട്സ് മാൻ വളരെ പവർഫുൾ ആണ്, അവർ രണ്ടുപേരും ജയിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ 50-50 ആണ് ഞാൻ ജയിക്കാനുള്ള ചാൻസ്. സോ നമുക്ക് വെയിറ്റ് ചെയ്ത് മാച്ച് കാണാം. അത് കേൾക്കുമ്പോൾ ഇപ്പം നമ്മുടെ മൊട്ടപ്പന ടെൻഷൻ അത് കൂടുകയാണ്. ഇവിടെ മാസ്റ്ററും മാർഷൽ ആർട്സ് മാനും അവർ രണ്ടുപേരും വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് നിൽക്കുകയാണ്. മാസ്റ്റർ ആണെങ്കിൽ ആക്ഷൻ ഇടുന്ന കണ്ട മാർഷൽ ആർട്സ് മാൻ ആളാണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയും ഫസ്റ്റ് പഞ്ച് അത് എന്റേതാണെന്ന് പറഞ്ഞ് മാസ്റ്ററുടെ കയ്യിൽ ആഞ്ഞെട്ടിക്കുകയാണ്. മാസ്റ്റർ ആണെങ്കിൽ വിട്ടുകൊടുക്കില്ല. അവന്റെ കൈ അങ്ങനെ തട്ടി മാറ്റി അതങ്ങനെ കാലിന്റെ ഇടയിലൂടെ കൊണ്ടുവന്ന് കാല് പിടിച്ച് തൂക്കിയെടുത്ത് അവനെ കറക്കി എറിയും. ആൾക്കാർക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. ബുൽമയാണെങ്കിൽ ഇപ്പൊ പന്നിക്കുട്ടന്റെ ചെവിയൊക്കെ പിടിച്ച് വലിച്ച് ആ സന്തോഷം ആഘോഷമാക്കുകയാണ്. ഇതിലൂടെ തെറിച്ചുപോയ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ അല്പദൂരം മുൻപോട്ടേക്ക് പോകുമ്പോഴേക്കും ആ സ്കൈയിൽ തന്നെ നിൽക്കുകയാണ്. അതിനുശേഷം ഫ്ലൈ ചെയ്ത് അവൻ തിരികെ വരും. അത് കാണുമ്പോൾ ആൾക്കാരുടെ എല്ലാവരുടെയും സന്തോഷം അത് വന്നതുപോലെ തന്നെ തിരികെ പോകും. നിങ്ങളുടെ മൂവ്മെന്റ്സ് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞ് ആ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഇപ്പൊ സെക്കൻഡുകൾ കൊണ്ട് മാസ്റ്റർ അടുത്തേക്ക് വരികയാണ്. മാസ്റ്റർ ആണെങ്കിൽ എടുത്തു ചാടി സ്കൈയിലേക്ക് ഫ്ലൈ ചെയ്യും. അതുകൊണ്ട് ആ മാർഷൽ ആർട്സ് മാനും ചെയ്ത് വന്ന് ഇപ്പോൾ സ്കൈയിൽ വെച്ച് പൊരിഞ്ഞ് അട്ടികെട്ടി ബഹളം. ഒരുപാട് നേരത്തെക്കൊടുവിൽ ഇപ്പോൾ അവർ രണ്ടുപേരും അട്ടികെട്ടി രണ്ട് ഭാഗത്തേക്ക് തെറിക്കുകയാണ്. ആൾക്കാരാണെങ്കിൽ അത് കണ്ട് ഞെട്ടലോടുകൂടെ നോക്കി നിൽക്കും. അവിടെ ലാൻഡ് ചെയ്യേണ്ട താമസം ചാൻ ആണെങ്കിൽ ആ മിറർ ടെക്നിക്ക് അതുപയോഗിച്ച് ഇപ്പൊ മാർഷൽ ആർട്സ് മാന് ചുറ്റും വട്ടം കറങ്ങുകയാണ്. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഓൾറെഡി ആ ടെക്നിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ആ ചിന്ന പയ്യനാണെങ്കിൽ 1 2 3 എന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അത് കണ്ട് ആ എൽഡർ മാൻ ആണെങ്കിൽ ടെൻസ്ഡ് ആവും. ഞാൻ ആണെങ്കിൽ ഇപ്പൊ അവന്റെ അടുത്തേക്ക് വന്ന് അവനെ അച്ചറം പൊച്ചറം ഇടിക്കും. അതിനുശേഷം വീണ്ടും ആ മിറർ ഡയമെൻഷനിൽ കിടന്ന് കറങ്ങുകയാണ്. ഇവിടെ മാർഷൽ ആർട്സ് മാൻ ശ്വാസമൊക്കെ പിടിച്ചു വെച്ച് ഇപ്പൊ അവന്റെ 3 കണ്ണുകൾ ഉപയോഗിച്ച് മാസ്റ്ററിന്റെ ആ ഒരു റൊട്ടേഷൻ അത് ഫോക്കസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഒരുപാട് നേരം ഫോക്കസ് ചെയ്ത് കറക്റ്റ് ആയിട്ടൊരു ഒറ്റ ഒരു കിക്ക് കിട്ടി. ഇപ്പൊ നമ്മുടെ മാസ്റ്റർ ജാക്കി ചാൻ ആളങ്ങനെ തെറിച്ചു പോയി അടിച്ചു വീഴും. മാസ്റ്റർ ആണെങ്കിൽ ആളുടെ കോട്ട് അതങ്ങനെ ഊരി വലിച്ചെറിയും. ഞാൻ നിന്റെ പവർ അത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് കൈകൊണ്ട് വമ്പൻ ആക്ഷൻ ഇടുകയാണ്. ആ കോട്ടാണെങ്കിൽ തെറിച്ച് വന്ന് ബുൽമയുടെ തലയിൽ വീഴും. ആ കോട്ട് വലിച്ചൂരി ഇപ്പൊ അടുത്തായിട്ട് എന്താ നടക്കണമെന്ന് അറിയാൻ അങ്ങനെ സൂക്ഷ്മതയോടുകൂടെ നോക്കും. ഇവിടെ ആ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ മാസ്റ്റർ കാണിച്ചതുപോലെ തന്നെ വളരെ വേഗത്തിൽ കൊണ്ടുപോയി ആളുടെ തൊട്ടടുത്തെത്തും. പക്ഷെ മാസ്റ്റർ ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് അവന്റെ കൈ അത് ഫോക്കസ് ചെയ്ത് ക്യാച്ച് ചെയ്ത് അവനെ ആഞ്ഞ് കിക്ക് ചെയ്ത് തെറിപ്പിച്ച് കളയും. മൊട്ടപ്പനും ആണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പക്ഷേ ഗോക്കു ആണെങ്കിൽ തീർത്തു പറയും ഒന്നും കഴിഞ്ഞിട്ടില്ല, തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ. ഫ്ലാറ്റ്സ് മാൻ ആണെങ്കിൽ പോയതുപോലെ തന്നെ തിരികെ വന്ന് ഇപ്പൊ മാസ്റ്ററിനെ പിടിച്ചു വലിച്ച് അച്ചറം പൊച്ചറം ഇടിക്കും. അവർ രണ്ടുപേരും കറങ്ങി കറങ്ങി പരസ്പരം ആഞ്ഞടിച്ച് ഇതിൽ ഒരുപാട് പരുക്കുകളൊക്കെ പറ്റി ഒരുപാട് വേദനയിൽ ദൂരേക്ക് തെറിച്ചു പോവാണ്. ആ കാഴ്ച കണ്ട് എല്ലാവരും ഞെട്ടും. ഇവിടെ ആ മാർഷൽ ആർട്സ് മാൻ അവൻ ഞെട്ടും. ഓ നോ, ഈ ജാക്കി ചാൻ ഞാൻ കരുതിയതിലും ഒരുപാട് പവർഫുൾ ആണ്. ഓപ്പോസിറ്റ് സൈഡ് നമ്മുടെ മാസ്റ്റർ ആണെങ്കിൽ അവന്റെ പവർ കണ്ട് ഞെട്ടും. ഓക്കെ, കുഴപ്പമില്ല, ഇവന്റെ യങ് ഏജിൽ എനിക്ക് ഇവനുമായിട്ട് നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ ശരിക്കും ഫുൾ തന്നെയാണെന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്യാൻ വീണ്ടും തയ്യാറാവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.